ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ്. അതായത് ഒരു ഫേസ് പാക്ക് ആണ് ഇത്. നമുക്ക് ചർമ്മത്തിൽ നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന അൺഈവൺ സ്കിൻ ടോൺ, അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ്, ആക്നെ മാർക്സ്, അതുപോലെ നമ്മുടെ ചർമ്മം വളരെ ഡള്ളായിരിക്കുകയാണ്, നമ്മുടെ മുഖത്തെ സ്കിന്നൊക്കെ വളരെ ഡള്ളാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. സൺ ടാൻ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാം. ഈ ഒരു പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോലരക്കാണ്. കോലരക്ക് അല്ലെങ്കിൽ ആയുർവേദത്തിൽ ലാക്ഷ എന്ന് പറയും. ഈ ലാക്ഷ എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിലുണ്ട് വർണ്ണഗണത്തിൽ പെട്ടിട്ടുള്ള ഒരു മരുന്നാണ്. അതായത് നമ്മുടെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള മരുന്നുകളിൽ ഒന്നാണ് ലാക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് മെലാസ്മയുടെ ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ കരിമംഗല്യത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ്. മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, അതുപോലെ തന്നെ അൺഈവൺ സ്കിൻ ടോൺ, പിമ്പിൾസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ആക്നെയൊക്കെ വരുന്നത് തടയാനും ഒക്കെ ഈ ഒരു മരുന്ന് ഉപയോഗിക്കാറുണ്ട്. ഇത് സ്കിന്നിന് വേണ്ടി മാത്രമല്ല, കോലരക്കിന് മറ്റ് പല ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ ബോഡി നന്നായി സ്ട്രെങ്തൻ ചെയ്യാൻ, ബോൺസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ, അതുപോലെ ഫ്രാക്ചറൊക്കെ വരുന്ന സമയങ്ങളിലും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അകത്തേക്കും പുറത്തും ഉപയോഗിക്കാറുണ്ട്. നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ ലാക്ഷാദി തൈലം, ചന്ദന ലാക്ഷാദി തൈലമൊക്കെ നമ്മൾ തേച്ച് കുളിക്കാൻ ഉപയോഗിക്കാറുണ്ട്, കോലരക്ക് ഉള്ള എണ്ണകൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ നറിഷ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിനുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും സഹായിക്കുന്നതാണ് ഈ ഒരു കോലരക്ക്. അപ്പോൾ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് കോലരക്കാണ്. കോലരക്ക് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിക്കാൻ നമ്മൾ ഏറ്റവും നല്ലത് പുറത്ത് കൊടുത്ത് പൊടിക്കുന്നതായിരിക്കും. നമുക്ക് കോലരക്ക് വീട്ടിലൊക്കെ പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നല്ല ഹാർഡായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു കോലരക്കാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമുക്ക് ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട കുറച്ച് മരുന്നുകളും ഇവിടെയുണ്ട്. മരുന്നുകളെല്ലാം നമുക്ക് വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നവയാണ്. പിന്നെ ഒന്ന് വേണ്ടത് ഞവര അരിയാണ്. അരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സ്കിന്നിന് വളരെ നല്ലതാണ്. നല്ല രീതിയിൽ സ്കിന്ന് നറിഷ് ചെയ്യാനും നല്ല ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഞവര. അതുപോലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിന് നല്ലൊരു കോംപ്ലക്ഷൻ കൊണ്ടുവരാനും, നമ്മുടെ സൺ ടാനൊക്കെ മാറ്റിയിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനും, അതുപോലെ തന്നെ അൺഈവൻ സ്കിൻ ടോണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനും, അതുപോലെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ കുറക്കാനും ഞവര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആൻറ്റി ഏജിങ് തന്നെ പറയാം, അത്രയും ഗുണങ്ങൾ ഞവരക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഞവര അരിയാണ് നമുക്ക് രണ്ടാമത് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞളാണ്, നമ്മുടെ കറിമഞ്ഞളാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് കറിമഞ്ഞളും നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ ആണ്. അതുകൊണ്ട് തന്നെ ആക്നെക്കൊക്കെ എതിരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന എന്തെങ്കിലും, അതായത് ഈ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് പോലുള്ള ഏജിങ് കൊണ്ട് സംഭവിക്കുന്ന ഇതിനെ, പ്രിമച്വർ ഏജിങ്ങിനെ തടയാനും നമ്മുടെ മഞ്ഞൾ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത് വേണ്ടത് മഞ്ഞളാണ്. പിന്നെ നാലാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. ഉലുവയും നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാനും, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ, അല്ലെങ്കിൽ അൺഈവൺ സ്കിൻ ടോൺ മാറ്റാൻ, ഇതിനൊക്കെ നല്ലതാണ്. നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. പിന്നെ അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഉഴുന്നാണ്. ഉഴുന്ന് നമ്മുടെ സ്കിന്നിനെ ഡീപ്പായി ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവാനും, സ്കിന്നിലുള്ള സൺ ടാൻ ഒക്കെ റിമൂവ് ആവാനും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനും, ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതും ഈ ഒരു ഉഴുന്നും കൂടെയാണ് വേണ്ടത്. ഈ 5 ഇൻഗ്രീഡിയൻസും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് ആവശ്യാനുസരണം എത്ര കൂട്ടിയെടുക്കാം, നമുക്ക് ഒരുമിച്ച് പൊടിച്ചു വെക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പൊടിക്കാം. അതിലും നല്ലത് ഒന്നിച്ച് ഈക്വൽ ക്വാണ്ടിറ്റി ഓരോന്നും എടുത്തിട്ട് പൊടിച്ചു വെക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് 1-2 സ്പൂൺ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതിയാവും. ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് 1-2 സ്പൂൺ എടുത്ത് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല, കൈകളിൽ നമ്മുടെ സൺ ടാനൊക്കെ മാറാൻ, അല്ലെങ്കിൽ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ, അങ്ങനെ കൈകളിൽ അല്ലെങ്കിൽ കൈമുട്ടിന് നമ്മുടെ കളർ ചേഞ്ച് ഉള്ള സ്ഥലങ്ങൾ, കാൽമുട്ട്, കൈമുട്ടിലൊക്കെ കുറച്ച് ഡാർക്ക്നെസ് കൂടുതലുള്ളവർക്ക് അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അണ്ടർആമിൽ ഉപയോഗിക്കാം. നമുക്ക് എവിടെയാണോ സ്കിൻ കുറച്ച് ഹൈപ്പർ പിഗ്മെൻ്റ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഈ
ഒരു ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ഒരു 7 ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ നല്ല മാറ്റം കണ്ടു തുടങ്ങും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 1-2 സ്പൂൺ എടുത്തതിന് ശേഷം അതിലോട്ട് 1 സ്പൂൺ തേനും അതുപോലെ തന്നെ 1 സ്പൂൺ തൈരും അതിൻ്റെ കൂടെ ഒരു 3-4 ഡ്രോപ്സ് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല തിക്നെസ്സിൽ വേണം അപ്ലൈ ചെയ്യാൻ, വളരെ മെലിഞ്ഞിട്ട് അപ്ലൈ ചെയ്യരുത്. ഒരു നല്ല തിക്നെസ്സിൽ നല്ല കട്ടിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെറുതായി മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാവുന്നതാണ്. ചൂടുവെള്ളം ഉപയോഗിക്കണം, ഇളം ചൂടുവെള്ളം ഉപയോഗിക്കണം എന്നൊന്നുമില്ല, സാധാരണ വെള്ളത്തിൽ നിങ്ങൾക്കിത് കഴുകിക്കളയാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഡെയിലി ആകുമ്പോൾ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ തന്നെ വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഇനി നിങ്ങളിത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പാക്ക് ആദ്യത്തെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അതായത് 7 ദിവസം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടുത്ത ഒരാഴ്ചയാവുമ്പോൾ നിങ്ങൾ ആൾട്ടർനേറ്റ് ഡേയ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ആഴ്ചയിൽ 3 ദിവസമാക്കുക. അങ്ങനെ കുറച്ച് കൊണ്ടുവരാം നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമ്പോൾ. പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീക്കിലി വൺസ് ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ചിലർക്കൊക്കെ ലാക്ഷ അലർജി ആയിട്ട് കാണാറുണ്ട്. കൊലരക്ക് ചിലർക്ക് സ്കിന്നിന് പറ്റാറില്ല. അതുപോലെ തന്നെ മഞ്ഞൾ ചിലർക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചിലർക്ക് തൈര് പറ്റാറില്ല, അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുന്നതിൽ തൈരോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഏതിലാണോ അപ്ലൈ ചെയ്യുന്നത്, ഇപ്പോൾ ചിലർക്ക് പാലിൽ അപ്ലൈ ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ അപ്ലൈ ചെയ്യാം. അതല്ല എന്തെങ്കിലും തക്കാളിയുടെ നീര് അല്ലെങ്കിൽ കുക്കുംബറിൻ്റെ നീര് ഇതിലേതിലെങ്കിലും അപ്ലൈ ചെയ്യാണ് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അത് ഞാൻ ഈ പറഞ്ഞ ഒരു കോമ്പിനേഷനാണ് ഏറ്റവും ബെസ്റ്റ്. അത് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആൾട്ടർനേറ്റീവ് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്